സുട്ടുവിന്റെ പ്രഗ്നൻസി ടൈമിലുള്ള ആഗ്രഹങ്ങൾ ഒന്ന് അടപ്പിട്ടിട്ടായിരിക്കണം കേട്ടോ, അല്ല മോന്റെ തെറിക്ക് സവാള സുട്ടുവിന്റെ കുട്ടയ്ക്കും കിട്ടുന്നത് കുട്ടിയുടെ അച്ഛൻ നല്ലതായിട്ടുണ്ടല്ലോ, അവിടെ ശരിക്കും കിട്ടിയത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. കഴിച്ചു നോക്കാം. അങ്ങനെ സുട്ടുവിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സുട്ടുവിന്റെ വക ഒരു ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. സുട്ടു എന്നെ കൊണ്ടാണ് വെപ്പിക്കാൻ പോകുന്നത്. സുട്ടു ആണ് ടിപ്സ് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. അതിനാ ഇന്നോടെ പോകുന്നത് നമുക്കൊരു കുടുംബയോഗമുണ്ട്, അതിന് പോവുകയാണ്. അപ്പം ആ സമയത്ത് സുട്ടുവിൻ്റെ ടിപ്സ് എല്ലാം പറഞ്ഞു തന്ന് എന്നെ കൊണ്ട് ബിരിയാണി വെപ്പിച്ച് കഴിപ്പിക്കാൻ വേണ്ടിയാണ്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അപ്പന് കൊടുത്തിട്ട് അപ്പൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം. സുട്ടു ഇന്ന് നൈറ്റ് ഇട്ടേക്കത് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും സുട്ടു നൈറ്റ് ഇട്ട് കാണുന്നത്. സുട്ടു ഒരു കുട്ടിയുള്ളതുകൊണ്ട് സുട്ടി നൈറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അല്ലേ നൈതാമയ്ക്ക് റെസ്റ്റാണ്. അതിന് രാവിലത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി, ചിക്കൻ ഉണ്ടാക്കിയല്ലേ? ഇന്നലെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്താവും നോക്കാം. സുട്ടുവിന്റെ പ്രഗ്നൻസി ടൈമിലുള്ള ആഗ്രഹങ്ങൾ ഒന്ന് എനിക്ക് ബിരിയാണി വെക്കാൻ തരത്തില്ല. സുട്ടുവിന്റെ ടിപ്സ് എല്ലാം പറഞ്ഞു തന്ന് നമ്മൾ ഇന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടല്ലേ, നമ്മൾ അതിന് വേണ്ടി പോവും. ഉച്ച കഴിയുമ്പോഴത്തേക്ക് പോവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇന്ന് ബിരിയാണി സുട്ടു പറഞ്ഞു തന്നിട്ട് ഞാൻ വെക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ അപ്പനെ കൊടുത്തിട്ട് അപ്പൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ബിരിയാണിയിൽ കിടക്കാം. അപ്പം സുട്ടുവാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഞാനാണ് ഇന്ന് സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി പോകുന്നത്. അല്ലേ സുട്ടു? ഇന്നത്തെ വീഡിയോഗ്രാഫർ സുട്ടിന് ക്യാമറ കൈമാറുന്നു, താലം കൈമാറുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ബസ്മതി അരി നന്നായിട്ട് കഴുകിയെടുക്കണം. അയതാകുമ്പോൾ അതിനകത്ത് അരി കഴുകാൻ പഠിപ്പിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ എളുപ്പമല്ലേ സുട്ടു? പണിയെടുക്കാതെ അതിലെടുക്കണോ സജി? അപ്പോൾ അരി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ചുട്ട് തന്ന പണിയാണ് ക്യാരറ്റ് അരിയുക എന്നുള്ളത്. ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ അരിയുന്നതിൻ്റെ സ്പീഡ് കാരണം സുട്ടു എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സുട്ടു അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുട്ടു കൈ വെച്ച് സുട്ടു സ്പീഡ് അരിയുമെന്നാണ് പറഞ്ഞത്. സുട്ടു ഓ സുട്ടൂസ് മാജിക്. കൈമുറിയില് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഐതാമ നമ്മളെ അർജുട്ടനുള്ള ചിക്കൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ ചിക്കൻ കറി മഞ്ഞപ്പൊടി മാത്രമല്ലേ, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കുന്ന ചിക്കൻ കറിയാണ് നമ്മുടെ അർജുൻ കഴിക്കുന്നത്. ഒത്തിരി ചെറുതാക്കണ്ട, ഇത്ര മതിയോ? നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കാം. അടപ്പിട്ടിട്ടായിരിക്കണം കേട്ടോ, അല്ല മോന്റെ തെറിക്ക് ഇത്ര മതിയോ?
അപ്പം നമ്മൾ ചിക്കൻ കറിക്കുള്ള അല്ലേ ചിക്കൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് പൊടി ഇടാം. പറയൂ. എനിക്ക് പൊടി അറിയത്തില്ല. ചിക്കൻ മസാല ഇടാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ മതിയോ? അതിനകത്തോട്ട് ഒന്നോ? അത് മതി മതി. ചിക്കൻ മസാല. ഇനി മുളക് പൊടി. മതിയോ? മതി മതി. ശകലം മഞ്ഞപ്പൊടി ഇട്ടു. മതി മതി മതി. അയ്യോ അതാണ് ശകലം എന്ന് പറഞ്ഞു. ഇച്ചിരി ഇട്ടാൽ മതി. അത് ശകലം ഇട്ടാൽ മതി. ഗരം മസാല ഒത്തിരി ഇടണ്ട. ശകലം മതി. മതി മതി. ഒരു സ്പൂൺ താഴെ പോയി. കുരുമുളക് പൊടി. സുട്ടുവിൻ്റെ ഏതോ വീടിക്ക് ഗരം മസാല ഇട്ടില്ല. നാരാണ്ട് സുട്ടു ഗരം മസാല ഇട്ടു. ഒത്തിരി വേണോ? ഒത്തിരി വേണോ? അന്ന് ഞാൻ മറന്നു ഇടാൻ. മതി. അങ്ങനെ അടച്ചു വെക്ക്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശകലം ഇതിനെടുത്ത് അങ്ങോട്ട് ഇടും. ശകലം ഇട്ടു. ഇനി ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ. പൊടി എടുക്കണം. ചുട്ടു ഉപ്പൊടി എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അതേ ഇതന്നൊക്കെ ഏതാമയായപ്പോൾ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ആണോ? ഞാൻ ബിരിയാണി കുരുമുളക് സുട്ടുമാണ് ഉപ്പിടുന്നത്. ഇട്ടോളൂ. ഓക്കെ. നമ്മൾ ഏതൊക്കെ ഏതാമ ബാക്ക്ഗ്രൗണ്ട് ഡിഷ് എന്നിട്ട് കുറച്ചോണ്ടിരിക്കണം. ഞാൻ ചെയ്യാം. ഇത് ശകലം ഒഴിച്ചിട്ട് നടക്കിയത്. വെളിച്ചെണ്ണ ശകലം മതി. ചോദിച്ചു. മതി മതി. ഇനി അതെല്ലാം മിക്സ് ചെയ്യ്. നോക്കട്ടെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ടോ നോക്കൂ. സുട്ടു എനിക്ക് ചിക്കൻ വെച്ച് ബിരിയാണി അങ്ങനെയല്ല സുട്ടു. സുട്ടു എനിക്ക് ചിക്കൻ വെച്ച് സൂപ്പ് ഉണ്ടാക്കി തരാമോ? അല്ലേ വേണ്ട ബിരിയാണി. അമ്മ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചു. കറിവേപ്പില ഉണ്ടോ? 5-6 കറിവേപ്പിലയും കൂടെ ഇട്ടോളെ. ഇതിനകത്തോട്ടോ? ഒരു വൈരാഗ്യ ഗ്രഹസ്ഥനാക്കിയത് ഇവളാണ്. ഇനി ആ ചിക്കൻ ഉണ്ടതേ നമുക്ക് കുത്തു കൊടുത്തിട്ട് അങ്ങോട്ട് ഇട്ടേര്. ചിക്കനെ കുത്താൻ വേണ്ടി പോവാണ്. എങ്ങനെ കുത്തു? കൈ കൊണ്ട് പിടിക്കട്ടെ? ഒരു കൈ കൊണ്ട് പിടിക്കട്ടെ? പിടിച്ചോ. മസാല എല്ലാം അതിനകത്ത് പിടിക്കാനാണ്. മതി. അതിനെ കൊല്ലാതിനി ഒന്ന് കൊന്നതോ ഇനി കൊല്ലാത്ത ചെയ്യാതെ. ഇനി നമുക്ക് എല്ലാം ഇളക്കി വെക്കാം.
എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓ എന്താ മിക്സിങ്. അടുത്തായിട്ട് സുട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണ് സവാള എരിയുന്നത്. ഏതാണ് ഈ സാധനം? സവാളഗിരി ഒരു തക്കാളി കൂടെ എരിയാം. ഒന്നുകൂടെ ചെറുതാക്കിയത് വട്ടത്തിലോ ഇങ്ങനെ ഇങ്ങനെ തന്നെ പിടിച്ചോ. ഇങ്ങനെ. ഓ തക്കാളി ഗ്രേവി മതി, കുഴപ്പമില്ല. ഇങ്ങനെ പാവം കുട്ടി തക്കാളിയൊക്കെ അരിയാണ്. സവോളയൊക്കെ അരിഞ്ഞ് കണ്ണ് നീറിയ നനവൂടെ തക്കാളി അരിയുകയാണ്. കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ വറക്കാൻ പോവുകയാണ്. അതായത് ഇതിന് ചട്ടി ഉള്ളിക്കകത്താണ് നമ്മൾ വറക്കാൻ പോകുന്നത്. സോറി, സ്റ്റവ് കത്തിച്ചില്ല. ചീനച്ചട്ടിക്കകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഒത്തിരി ഉണ്ടോ? അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ആദ്യം ഇട്ട ചിക്കൻ നമുക്ക് മാറ്റിയെടുക്കാം. മാറ്റി വെക്കാം. എന്നതിന് പറഞ്ഞ് കോരി വെക്കാം. എണ്ണ കളഞ്ഞിട്ടെടുക്കും. ഇങ്ങനെ അങ്ങനെ എടുക്കും. ഇവിടെ ചീനച്ചട്ടി പിടിക്കാൻ ഒരു സാധനമുണ്ടോ? കിട്ടും ചീനച്ചട്ടി എണ്ണ കളഞ്ഞിട്ടെടുക്കുക. ഒത്തിരി എണ്ണയുണ്ട്. സോറി മാഡം. അങ്ങനെ ചിക്കനൊക്കെ വറുത്തു. ശകലം ചിക്കനോടുണ്ടോ അതുകൂടെ ഒന്ന് വറുത്തെടുക്കണം. അത്രയും ചിക്കനുണ്ടല്ലേ? അത് ഇതിനകത്ത് തന്നെ ഇട്ടിപ്പം വറുത്തെടുക്കാം. സ്വത്ത് തന്നെ ചിക്കൻ ബിരിയാണി വെക്കാൻ പഠിപ്പിക്കുകയാണ് ഗൈസ്. ചെറിയ പീസൊന്നുമില്ല, അല്ലെങ്കിൽ മൂത്തൊന്നും നോക്കാമായിരുന്നു. ഒരു സൈഡ് എടുത്ത് ഇനി നമ്മുടെ രണ്ടാമത്തെ സെറ്റ്. ഫസ്റ്റ് ലെഗ് പീസ് ഇട്ട് നോക്കാം. ലെഗ് പീസ് ഒന്നും പറയാൻ പറ്റില്ല. ബംഗാളി ചേട്ടന്മാരെല്ലാം കണ്ടു. നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോഴേ പറയണം, ചേട്ടാ ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി വെക്കണ്ട, നല്ല ലെഗ് പീസാക്കി തരണം. നെക്സ്റ്റ് ടൈം പറയാം. ഇനി ചെല്ലുമ്പോൾ പറഞ്ഞോ, അല്ല അവരുടെ ഇഷ്ടം പോലെ കണ്ടിച്ചു വെക്കും. ഇനി അതൊന്നും നോക്കട്ടെ, അങ്ങനെ കിടന്നോട്ടെ, ഇളക്കണ്ട. നമുക്കിത് മൂത്തൊന്ന് നോക്കാം.
ഉപ്പുണ്ടോ? കൊണ്ടു സ്വന്തമായിട്ട് നോക്കണം എനിക്കും കൂടെ. കൊതിച്ച് കുട്ടോൻ്റെ ഈ കൊതി കുട്ടോൻ്റെ കുട്ടയ്ക്കും കിട്ടുന്നത്. കുട്ടിയുടെ അച്ഛൻ നല്ലതായിട്ടുണ്ടല്ലോ, അവിടെ ശരിക്കും കിട്ടിയ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ രണ്ടാമട്ട ചിക്കനും മൂത്തു തൊട്ട് കോരി എടുക്കണം. നീ എണ്ണ തന്നെ എടുക്കും. കറി വെക്കാം. ഓക്കെ, നമ്മൾ ചിക്കൻ മുഴുവൻ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ബിരിയാണിയാണ് ഞങ്ങൾ ചെറിയ ഒരു നേരത്തേക്കുള്ള ബിരിയാണിയാണ്. സുട്ടുവിൻ്റെ ഭാഗം ചെറിയ തട്ടിക്കൂട്ട് ബിരിയാണി അല്ലേ സുട്ടു? എനിക്ക് ഇതാകുമ്പോൾ എനിക്ക് ചോറ് വരത്തിരുന്നു. ഇവിടെ നല്ല രസം തോന്നുന്നു. ഇതാമ്മ മോക്ക് വാരി കൊടുക്കുന്നു. നല്ലല്ലേ? അമ്മയുടെ ഉണക്കമീൻ കറിയാണത്. അമ്മ എടുത്തിട്ട് കഴിച്ചു പോലും കഴിച്ചു ചോറെടുക്കാം. അതുപോലെ നമ്മൾ ഇതാമ്മ കഴിച്ചെടുത്തിട്ട് നാമത്തെ ഞങ്ങൾ തിന്നോണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ഇത് എന്നാ പോകാൻ മസാലക്കൂട്ട്. വഴറ്റിയിട്ട് വെള്ളം ഒഴിക്കും. നമ്മൾ 2 ഗ്ലാസ് അരി എടുത്ത്, അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 വീതം നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് ഒഴിച്ച് ഇനി 2 ഗ്ലാസ് ഒഴിക്കും. വെള്ളം എടുക്കാം ഒരുപാട്. 2 ഇനി ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടോ അങ്ങോട്ട് ഇട്ടോ. മതി. തിളക്കട്ടെ. കൂട്ടി വെച്ചോ. തിളച്ച് വരുമ്പോൾ അരി ഇടണേ. ഓക്കെ. ക്യാരറ്റ് മീൻസ് ക്യാരറ്റും ബീൻസും ഇടാം. തിളക്കട്ടെ. കഴുകി വെച്ചിരിക്കുന്ന അരി തിളച്ച് കഴിയുമ്പോഴാണ്. ഓക്കെ, ഇടാലോ. നമ്മൾ എത്ര ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത്? 2 ഗ്ലാസ്. 2 ഗ്ലാസ് നമ്മൾ ഉച്ചക്കത്തേക്ക് മാത്രമാണ് എടുത്തേക്കുന്നത്. തിളക്കുന്നില്ല. നന്നായിട്ട് സുട്ടു അരി തിളച്ച് വരുമ്പോൾ ചിക്കൻ കാണുമോ? നോക്കാം. റൈസ് ഇടാനുള്ള വെള്ളം തിളച്ചത് ഇച്ചിരി കുറച്ച് വെച്ചു. നന്നായിട്ട് തിളച്ചില്ലേ? കാണിച്ചു വെച്ചിട്ടു. നന്നായിട്ട് തിളച്ചു. ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ അരി ബസുമതിയോ? ബസുമതിക്കൊരു പ്രേമലേക്ക്. അപ്പോൾ അരിയൊക്കെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള ചിക്കൻ കറി വെക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കൻ വറക്കാൻ ഉപയോഗിച്ച എണ്ണയാണ്. കാണിക്കൂ. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോവാണ്.
അടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള അല്ലേ സുധു? എന്നിട്ട് അതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കിടന്നതിന് വഴറ്റിയെടുക്കണം. ഇവിടെ ചുട്ടും അവിടെ നമ്മൾ അരി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെറ്റ്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. കാണിച്ചു വഴന്നില്ലേ? വഴന്നു. ഇതിനകത്തോട്ട് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം നേരത്തെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആദ്യം ഒരല്പം മഞ്ഞപ്പൊടി പിന്നെ വെച്ചിട്ട് പെരിഞ്ചീരകം അല്ല ഗരം മസാല അത് ഒരല്പം ചോണം, കുരുമുളക് പൊടി 1 സ്പൂൺ, ചിക്കൻ മസാല ഓക്കെ. ഇനി മുളക് പൊടി അല്ല കേട്ടോ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. സുട്ട് പറഞ്ഞത് ഈ സുട്ടൊന്നും മിണ്ടത്തില്ലെന്നാണ് പറഞ്ഞത്. 1 തവണ 2 തവണ പറഞ്ഞു 3 തവണ പറഞ്ഞു സുട്ടു. ഗൈസ്, ഡാഡി വന്നിട്ടുണ്ട്. ഡാഡി കോൾ. ഡാഡി എന്തെങ്കിലും കമന്റ് ഇപ്പോൾ പറയും. തക്കാളി നന്നായിട്ട് വഴറ്റിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഓക്കെ. അടിപൊളി കളറാണ്. ഓ, കൈപ്പുണ്യം വേണം കേട്ടോ, കൈപ്പുണ്യം. കൈപ്പുണ്യം എന്ന് പറഞ്ഞ സാധനമുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ അരിയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ. അതോടെ ഇളക്കി കൊടുക്കുക. നമ്മളിത് ഊറ്റിയെടുക്കുകയല്ല, ഈ റൈസ് പറ്റിച്ചെടുക്കുവാണ്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ വഴന്നു തക്കാളി. ഓക്കെ സുട്ടു. ഇപ്പം പകുതി വേവായിട്ടുണ്ടെന്നാണ് സുട്ടു പറയുന്നത്. ഓണോ? ഓക്കെ. ബാക്കി വേവ് എപ്പോൾ ആവും? ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ ആകോ? ഓക്കെ. ഞാനിപ്പോൾ ഓർത്തായിരുന്നു. അപ്പം വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നറിയാ ചിക്കൻ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. ചിക്കൻ കണ്ടുപോലില്ലല്ലോ, തിന്നുപോലില്ലോ. ഓ ഗൈസ്, എന്നെ തുടക്കത്തിലെ മുളയിലെ നുള്ളി കളഞ്ഞു കേട്ടോ. ഓ ഡാഡി എന്നെ മുളയിലെ നുള്ളി കളഞ്ഞു. നമ്മളങ്ങനെ ചിക്കൻ ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നോക്കിയാണ്.
സുട്ടോ ഞാൻ അപ്പം സംസാരിച്ചുണ്ടാക്കി ചിക്കനകത്ത് ഇട്ടു. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ വേഗം വെച്ചിരിക്കുന്ന റൈസ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇനി ബാക്കി പിടിക്കുന്ന ആയിക്കോളും. ഓക്കെ സുട്ടോ നിർത്തിക്കോ. അങ്ങനെ സുട്ടോ നിർത്തി. സുട്ടോ ഇനി സലാഡ് ഉണ്ടാക്കണ്ടേ? സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ബിരിയാണിക്കുള്ള സലാഡ് സുട്ടു റെഡി ആയിക്കൊണ്ടിരിക്കാം. സുട്ടു കൈയൊന്നും ഇല്ലാതെ അടിച്ചത് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയുള്ളൂ. പയ്യെ ഇല്ല സുട്ടു, അങ്ങനെ മുറിയത്തൊന്നും ഇല്ല. അപ്പം അങ്ങനെ സുട്ടു സലാഡ് ഉണ്ടാക്കി ഏകദേശം തീരാറായിരിക്കുകയാണ്. സവോള, തക്കാളി, പച്ചമുളക്, പിന്നെ തൈരും. ഉപ്പ്. സലാഡ് സെറ്റ്. ഓക്കെ, കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സലാഡ് സെറ്റായി. ഓക്കെ അല്ലേ സുട്ടു? സുട്ടുവിൻ്റെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിക്ക് നമ്മൾ ദമ്മിടാൻ പോവാണ്. സുട്ടുവാണ് ദമ്മിടാൻ പോകുന്നത്. സുട്ടു ചിക്കൻ കോരി ദമ്മിടാൻ വേണ്ടിയുള്ള ആദ്യത്തെ ആദ്യത്തെ ലെയർ ചിക്കൻ ചാറ് കൂട്ടിയെടുത്തത് ഇട്ടു. അതിൻ്റെ പുറത്ത് റൈസ്. ഓക്കെ ബൈ ബൈ. ബിരിയാണി റെഡി. ചിക്കൻ ഫ്രൈ ഇതിലോട്ട് ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ റൈസിൻ്റെ മുകളിലോട്ട് ഇടുകയാണ്. ഉണ്ടോ? അതെ, ഫുള്ളുണ്ടോ? മമ്മിയുണ്ട്. റൈസിന്റെ മുകളിലോട്ട് നമ്മൾ എല്ലാ കഷ്ണവും നിരത്തുന്നുണ്ട്. അതെ, നിരന്ന് കിടന്ന് ഇനിയിപ്പം നമ്മൾ അടുത്തത് അതിന്റെ ഗ്രേവിയും കൂടെ വലിച്ചിടുക. ആ ചിക്കന്റെ പുറത്ത് നമ്മൾ ബിരിയാണി റൈസ് അങ്ങോട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. പുതിയ ആൾ വന്നിട്ടുണ്ട്. നയിക്കാൻ ലൂക്കിന്റെ കയ്യിൽ കൊടുക്കാണ്. ഞാൻ ഇച്ചിരി താമസിച്ച വരത്തുള്ളൂ. ദമ്മ് മൊത്തം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 ലെയറായിട്ട് ആദ്യം ചിക്കൻ ഇട്ടു, പിന്നെ റൈസ് ഇട്ടു, അതിൻ്റെ പുറത്ത് പിന്നെ ചിക്കൻ ഇട്ടു, പിന്നെ റൈസ് ഇട്ടു. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളുണ്ട്, ഇതും കൂടെ ഇട്ട് കൊടുക്കാം അല്ലേ സുട്ടു? ഓക്കെ, എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഓക്കെ, അപ്പം ദമ്മ ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് തീയെല്ലാം ഓഫ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ദം ബിരിയാണി പൊട്ടിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സുട്ടുവാങ്ങ് പറഞ്ഞു തന്ന ടിപ്സൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ദം ബിരിയാണി നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും പൊട്ടിച്ച് നോക്കാം. ബിരിയാണി എടുക്കാൻ പോവാണ്. അപ്പോൾ ദം ഏകദേശം സെറ്റായിട്ടുണ്ട്. സുട്ടുവാണ് ബിരിയാണി പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. സുട്ട ഐശ്വര്യമായിട്ട് ദമ്മ് പൊട്ടിച്ചെടുക്കുവാണ്.
ഓ ആദ്യത്തെ ദമ്മ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി ആദ്യത്തെ ദം ഇടാൻ വേണ്ടി പോവാണ്. സുട്ടു വേറെ രീതിയിലാണ് ദമ്മ് പ്ലേറ്റിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പം സുട്ടു ബിരിയാണി പാത്രത്തിലേക്ക് എടുക്കാൻ പോവാണ്. ഓ ആ ഒരു കബർത്തിടിച്ചിരിക്കും. ഓ ബിരിയാണി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റിലേക്കുള്ള ദമ്മ് മാറ്റാൻ പോകണം. സുട്ടുവിൻ്റെ പുതിയ പരിപാടി. വാ ആ സെറ്റ്. ഇത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. സുട്ടു അപ്പോഴത്തേക്കും പോയി സുട്ടു. അങ്ങനെ സെറ്റ്. ഇത് ഒന്നും കൂടെ സെറ്റായിട്ടുണ്ട്. ഈ സലാഡൊക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാം. ഓക്കെ, ഞങ്ങളങ്ങനെ ബിരിയാണി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ അമ്മ ഞങ്ങളുടെ ഒരു പരിപാടിക്ക് പോയിക്കോണ്. ഡാഡിയും പോയി. ഇനി അമ്മയും ഡാഡിയും വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാം. സുട്ടുവിന് കഴിക്കാനുള്ള ഭയങ്കര ആഗ്രഹം. അപ്പോൾ സുട്ടു കഴിക്കാൻ പോലെ. സുട്ടു കഴിക്കൂ കഴിക്കൂ. സുട്ടുവിൻ്റെ ഇഷ്ടപ്പെട്ട? ഇങ്ങനെ ഇതാമ്മയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. സുട്ടു ഇതാമ്മയ്ക്ക് തൊട്ടോൻ്റെ ബിരിയാണി കൊടുത്തു. വീട്ടിലെ പ്രധാന കുക്ക് കഴിച്ചു നോക്കട്ടെ. കഴിക്ക്. എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു. ഒരുപാട് ഇപ്പം ഞാനുണ്ടാക്കിയ ബിരിയാണി അപ്പം കഴിക്കുന്നു. നല്ല ബിരിയാണിയാണ്. ഇച്ചിരി ഉപ്പ് ശകലം കൂടെ അപ്പന് വേണമായിരുന്നു. ശകലം ലേശം, എനിക്ക് ലേശം ഉപ്പ് വേണമായിരുന്നു. അതേ ഉള്ളു കുഴപ്പം. ടേസ്റ്റ് ഉണ്ട്, രുചിയുണ്ട്. അമ്മ വെക്കുന്ന ബിരിയാണി പോലെ അല്ല. അല്ല, ഇത് വ്യത്യസ്ത രീതിയിലുള്ള ബിരിയാണി, വ്യത്യസ്തമായ രീതിയാണ്. ആ, അപ്പൊ ഉച്ചയ്ക്ക് വന്നപ്പോ എന്നെ കളിയാക്കിയായിരുന്നല്ലോ. കുക്കിംഗ് പഠിക്കാൻ വന്ന കൊക്കാണെന്ന് തോന്നുന്നു. അടുക്കളയിൽ നിന്ന് എന്നോട് പറയാണ്. അടിപ്പം ഫുഡ് കഴിച്ചപ്പോഴൊക്കെ കൊക്കാണോ കുക്കാണോ? ഇഷ്ടപ്പെട്ട? അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വിശേഷമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ പറയൂ. ടാറ്റ ബൈ ബൈ.